വെൽക്കം ടു യുവർ ചാനൽ. സാധാരണ വൻപയർ കൊണ്ട് തോരനും മെഴുക്കോട്ടിയും ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമുക്ക് വൻപയർ കൊണ്ട് ചപ്പാത്തിക്ക് ഒരു അടിപൊളി കറി ഉണ്ടാക്കാം. ഈ കറി വളരെ എളുപ്പത്തിൽ തന്നെ കുക്കറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. വൻപയർ കറി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് വൻപയർ, സബോളയും തക്കാളിയും ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, ജീരകം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കശ്മീരി മുളക് പൊടി, കായം, ഉപ്പ്, പഞ്ചസാര, എണ്ണ, നാരങ്ങാനീര്, വെള്ളം. ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ 3.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ജീരകമിടാം. ജീരകം ഒന്ന് മൂത്തു വരുമ്പോൾ അതിൽ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ചെറുതായി അരിഞ്ഞു വെച്ച സബോള ഇട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ആയിരിക്കണേ. ഇനി 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഏകദേശം 1 ടീസ്പൂൺ ഉപ്പിട്ട് മിക്സ് ചെയ്യാം. ഉള്ളി ഇപ്പോൾ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്യാം. ഇനി 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യാം. ഈ മസാല ഇപ്പോൾ നന്നായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വൻപയർ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഫ്ലെയിം ഹൈ ആയിരിക്കണേ. ഇത് തിളച്ചു വരുമ്പോൾ കുക്കർ അടച്ച് 8 വിസിൽ വരെ വേവിക്കാം. ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ഹൈ ആയിരിക്കണേ. 8ാമത്തെ വിസിൽ അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. സ്റ്റീം പോയി കഴിഞ്ഞ് കുക്കർ അടുപ്പത്ത് വെച്ച് വൻപയർ വെന്തിട്ടുണ്ടോ നോക്കാം. വൻപയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഉപ്പുണ്ടോ നോക്കാം. ഉപ്പ് കറക്റ്റ് ആണ്. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇടുമ്പോൾ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവും. ഇനി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. ഇത് കറിക്ക് ചെറിയൊരു സ്വീറ്റ്നെസ് കൊടുക്കും. നിങ്ങൾക്ക് കറിയിൽ മധുരം ഉള്ളത് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീരും അരിഞ്ഞു വെച്ച മല്ലിയിലയും ഇട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ വൻപയർ കറി റെഡി ആയിട്ടുണ്ട്. ഇതിനി അടുപ്പത്തുനിന്ന് മാറ്റി സെർവ് ചെയ്യാം. ഈ വൻപയർ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കണേ. അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.